ഓക്കെ മച്ചാ, അപ്പോൾ ഇത് നമ്മളൊരു 3 പേര് ചേർന്ന് എടുത്തൊരു വണ്ടിയാണ്. 3 പേരെന്ന് വെച്ചാൽ നമ്മളൊരു കോംബോ അല്ല, ക്ലബ്ബാണ്. ഓക്കെ, നമ്മളൊരു ക്ലബ്ബാണ്. അത് നമ്മൾ 3 ക്ലബ്ബ് 3 പേരല്ല 3 പേരല്ല 3 പേര് വെച്ച് ഒരു പ്രസ്ഥാനം തുടങ്ങി. അങ്ങനെ പ്രസ്ഥാനം വലുതായി 3 പേരിലോട്ട് തിരിഞ്ഞു. ഓക്കെ, അങ്ങനെ അതൊരു ക്ലബ്ബായി മാറി. നമ്മളങ്ങനെ ആ ക്ലബ്ബിലോട്ട് എടുത്തൊരു വണ്ടിയാണിത്. ഓക്കെ, പുതിയ ചെറുക്കനാണ് നമ്മളപ്പോൾ അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നപ്പോൾ അവന്മാരവിടെ എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വീഡിയോ എടുക്കുന്നിട്ട് എന്നെ കൊളാബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്കെന്നാ വീഡിയോയിലൊക്കെ പോകാൻ കഴിയും. ഓക്കെ മച്ചാ, അപ്പോൾ നമ്മൾ ട്രാവലർ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സാധനം കേട്ടോ. അപ്പോൾ ഇത് ആർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗജരാജ, പാൻഡം, ഈഗിൾ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ 3 പേർക്കും കൂടെ നമ്മൾ ക്ലബ്ബായിട്ട് എടുത്തൊരു വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ക്ലബ്ബായിട്ട് എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ക്ലബ്ബ് തന്നെയാണ് അന്നും ഇന്നും എന്നും. ഓക്കെ, നമ്മളെ വണ്ടി അവർക്ക് എടുക്കാം, അവരുടെ വണ്ടി നമുക്ക് എടുക്കാം. എപ്പോൾ വേണ്ടും അവരുടെ ഇഷ്ടത്തിന് നമ്മളെ വണ്ടി എടുക്കാം, നമ്മളെ ഇഷ്ടത്തിന് ആ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ ഓട്ടത്തിനിടയ്ക്ക് ഇപ്പോൾ ബ്രേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെയും വണ്ടിക്ക് അതിൻ്റെ ആയിട്ട് ടയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായി ട്രിപ്പ് പോകാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും മുടക്കം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയം തന്നെ വേറെ ആൾക്കാരുടെ കാര്യം ഒന്നും പിടിക്കാൻ പോകണ്ട, പെട്ടെന്ന് ചാടിപ്പോയി ആ വണ്ടി താക്കോലിങ്ങോട്ട് വണ്ടി സൈഡില്ലേ ഇങ്ങനെ എടുത്തോ എന്ന് വെച്ചാൽ നമുക്ക് എടുത്തുണ്ടെങ്കിൽ ഇറങ്ങാം. ആ രീതിയാണ്. ഓക്കെ, അപ്പോൾ ഗജരാജ, പാൻഡം, ഈഗിൾ ഇവർക്ക് 3 പേർക്കും കൂടെ വരുന്ന ഇരുമുഖനാണ് വണ്ടി. ഈ ട്രാവലിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എഡിഷൻ നെയിം ഇരുമുഖൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ EGP എന്ന് വെച്ചാൽ ഈഗിൾ, ഗജരാജ, പാൻഡം വെച്ചാൽ അക്ഷരമല്ല പോലെ തന്നെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലെറ്റർ ഇങ്ങനെ നമ്മൾ എഴുതുന്ന ABC എഴുതുന്ന പോലെ തന്നെ EGP, ആദ്യം E പിന്നെ G പിന്നെ P, EGP ക്ലബ്ബ് അല്ല കമ്പനി, ക്ലബ്ബല്ല കമ്പനി എന്ന് പറഞ്ഞൊരു ഇതിലാണ്. ഓക്കെ, വണ്ടി നിർത്തുന്നത്. അപ്പോൾ നമ്മളെന്നാൽ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. ഇവിടേക്ക് ഇത് ഗട്ടറാണ്, പേടിക്കാനില്ല. ഓക്കെ, ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുള്ള സൗണ്ട് ഇറക്കിയിട്ടാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ വന്ന് നമ്മളെ ഷെഡിൽ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് അതിൻ്റെ കുറച്ച് പെയിൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ ഫുൾ റെഡ് അടിച്ചിട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ട്രിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വണ്ടി പളനി ട്രിപ്പുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഹ്മരസസും നമ്മുടെ അസുരനും പിന്നെ അവർ പറഞ്ഞ ട്രാവലർ റോക്കാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ട്രാവലർ ട്രിപ്പ് ചോദിച്ച് ആൾക്കാർ വന്നു. അപ്പോൾ ട്രാവലർ അങ്ങ് എടുത്തേക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തതാണ് ഇവനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം വേണം എന്ന് വെച്ചാൽ നമുക്ക് 2 വണ്ടിക്ക് കൂടെ മൂന്ന് പേരിലും കൂടെ ഒറ്റ ട്രാവലർ എന്ന് വെച്ചാൽ ട്രാവലിന് എപ്പോഴും ഓട്ടോ ഇല്ല, ആ രീതി കൂടെ നോക്കിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ വെച്ചാൽ അപ്പോൾ നമുക്ക് ഷെഡിലോട്ട് എന്നാൽ പായാൻ വണ്ടികളുണ്ട്. ഓക്കെ മച്ചാ, അപ്പോൾ നമ്മൾ ഷെഡ് എത്താറായി. നമ്മളപ്പോൾ വീട്ടിൽ അവിടെ നമ്മളെ ഷെഡ് വിളിച്ച് പറഞ്ഞ് നമ്മളെ വണ്ടിയെല്ലാം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ മാറ്റും, വണ്ടി പെയിൻറ്റ് അടിക്കാൻ വേണ്ടി റെഡിയാക്കി കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് തന്നെ പെയിൻറ്റ് അടി തുടങ്ങണമെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടിയെല്ലാം മാറ്റി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഈ ട്രാവലർ കയറാൻ പറ്റുമോ എന്നറിയൂല. ഓക്കെ, നമുക്ക് ചരിച്ച് തന്നെ വണ്ടി കയറ്റാം. അത് കഴിഞ്ഞിട്ട് നോക്കാം. എന്താ വെച്ചാൽ അടി എന്തായാലും തട്ടും. അത് നമുക്ക് ആദ്യം പറ്റി വണ്ടി കയറുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ സൈഡ് ഇച്ചിരി ഇഷ്യൂ ഉണ്ട്, പക്ഷേ അടി വലിയ കുഴപ്പം കാണത്തില്ല. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് വണ്ടി കയറ്റാം. ഈ വണ്ടി ഒന്നും കയറുന്നില്ലല്ലോ, വണ്ടി ഇടിക്കുന്നില്ലല്ലോ. വണ്ടി കയറാത്ത ഫസ്റ്റ് ഇട്ടിട്ട് കയറി വണ്ടി നിരങ്ങിയിടാൻ മോനെ, ഒരു സൈഡ് നിരങ്ങിപ്പോയി കേട്ടാ. ഓക്കെ, നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് ഫസ്റ്റ് ഇട്ട്
മോട്ടർ ഫസ്റ്റ് ഓക്കെ ചവിട്ടി പിടിക്കുക. ഓക്കെ കയറി ഓക്കെ. അയ്യോ പോലെ വായിക്കേ കെട്ടി. ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടി കയറ്റിയിരിക്കുകയാണ്. വണ്ടിയെല്ലാം അങ്ങനെ മാറ്റി ഇവിടുന്ന് രാവണനും കാര്യങ്ങളെല്ലാം. നമ്മളെ ഗ്രീൻ ഡബിൾ ആസർ അവർ രണ്ടും അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടെന്ന് തോന്നുന്നു. അറിയില്ല എങ്ങോട്ടവന്മാർ വണ്ടി മാറ്റിയേക്കുന്നത്. എന്നാലും ഇവിടെ നമ്മുടെ ഒറ്റയാൻ ഗജരാജയുടെ ഒറ്റയാൻ താഴെ കിടപ്പുണ്ട്. അത് നമുക്ക് ഒന്ന് ഉറങ്ങി എറ്റിച്ചിട്ട് പോയി കാണിക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കാം. അപ്പോൾ നീ വണ്ടിയുടെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് നാളത്തെ എന്താ വെച്ചാൽ നമ്മൾ പളനി ട്രിപ്പിൻ്റെ ആ ഒരു ഇതിൽ കാണിച്ചു തരാം. വണ്ടിയുടെ വർക്ക് അത് എത്രയും സമയം എടുക്കും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുമ്പോൾ. ഫുൾ റെഡ് അടിച്ച് വണ്ടിക്ക് ഇത് കളർ ചേഞ്ച് ചെയ്ത് ഫിറ്റ്നസ് അല്ല ബുക്കയിലെ കളർ ചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പേരൊട്ടിച്ച് എല്ലാ അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. അലോയ്ക്ക് ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ പിന്നെ അടുത്ത അപ്ഡേറ്റിലേ ഉള്ളൂ അലോയ് വീലും ഇതൊക്കെ മാറ്റുന്നത്. അല്ല ഇതിൽ തന്നെ ഇപ്പോൾ വണ്ടി കടന്ന് ഓടട്ടെ. ഓക്കെ അപ്പോൾ നൈറ്റ് കാണാം. ഓക്കെ മച്ചാ. അപ്പോൾ രാത്രി 12 മണിക്ക് നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ 12 മണിക്ക് നമ്മൾ വണ്ടി കൊടുക്കണം. 3 വണ്ടിയില്ല 4 വണ്ടി, ചിലപ്പോൾ 4 വണ്ടി ആവും. എന്ന് വെച്ചാൽ നമ്മുടെ അശ്വിൻ കൃഷ്ണ, നമ്മുടെ ഇവൻ ഒറ്റയാൻ, ഗജരാജയുടെ ഒറ്റയാൻ ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബ്ലാക്ക് പേള് അശ്വിൻ കൃഷ്ണയുടെ വണ്ടി, ബ്ലാക്ക് പേള് നമ്മളെ ഈ വണ്ടി, നമ്മുടെ കമ്പനിയിലുള്ള പാൻറ്റം, നമ്മുടെ മൂന്നാമത്തെ പാൻറ്റം എന്ന് പറഞ്ഞ പേരിലുള്ള വണ്ടികളിൽ ഒരുത്തൻ. അവനും ചിലപ്പോൾ അവൻ്റെ ആവശ്യം വരില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ചിലപ്പോൾ നാളത്തെ ട്രിപ്പിൽ കാണും. അത് ക്യാൻസലാക്കുമോ എന്നറിയത്തില്ല. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ആ വണ്ടി നാളെ വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ 3 വണ്ടി ട്രിപ്പാണ് ഇപ്പോൾ ഓടുന്നത് തൽക്കാലം. ഓക്കെ നാളെ ചിലപ്പോൾ അവൻ ഗുരുവായൂർക്ക് വരും എന്നാണ് പറഞ്ഞത്. നമ്മളെ പാൻറ്റം എന്ന് വെച്ചാൽ ഗുരുവായൂർ വെച്ചാണ് കല്യാണം. അതിൻ്റെ അടുത്ത് നമ്മളെ വണ്ടി പൂജയും കൂടെ ചെയ്തങ്ങ് മാറാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവൻ കിടക്കുന്ന അവിടെ നമ്മുടെ ബാക്കിയുള്ള വണ്ടികളും കിടപ്പുണ്ട്. ഓക്കെ ബ്ലാക്ക് പേൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ ഇറക്കന്മാർ പോയി എടുത്തോളും. ഓക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് ഒതുക്കി കൊടുത്താൽ നമ്മൾ ഈ വണ്ടി അവിടെ ആയിരുന്നു. നമ്മൾ അസുരൻ കിടക്കുന്നത്. അസുരൻ ഇവിടെ ഇല്ല, ഗജരാജ ഷെഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു കിടിലൊരു വെഡിങ് ട്രിപ്പായിട്ട് വരാം. ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വരത്തിട്ട് ആ ബാക്കി കാണുന്ന ഓറഞ്ച് ഓടാണ് നമ്മുടെ സ്ഥലം കേട്ടോ, വീട് ഓണ്ടവിടെ. ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് ടാറ്റ ബൈ ബൈ സീ ഗജരാജ ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക്. ഇപ്പം തന്നെ അടുത്ത വീഡിയോ കൊണ്ട് വരാമെന്ന് പറ.